إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നാം ജീവിക്കുന്ന നമ്മുടെ ഓരോ ഇടങ്ങളിലും സന്ദർഭങ്ങളിലുമൊക്കെ സൂക്ഷ്മതയുള്ളവരായി തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അനവധി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെയായാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെങ്കിലും നമ്മുടെ സ്വപ്നം പൂവണിയും എന്ന് കരുതുന്ന പല ആഗ്രഹങ്ങളുമാണ് യഥാർത്ഥത്തിൽ നമ്മയൊക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും. ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പട്ടിണിയില്ലാതെ ഒരു ജീവിതത്തെക്കുറിച്ചായിരിക്കും അയാൾ ആഗ്രഹിക്കുക. വലിയ സൗകര്യങ്ങളൊന്നുമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്പമൊക്കെ സുഖവും സൗകര്യങ്ങളുമൊക്കെയുള്ള ഒരു സമ്പത്തൊക്കെയുള്ള ഒരാളെപ്പോലെ ആകണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നു, സ്വപ്നം കാണുന്നു. രോഗമായി കിടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആഗ്രഹവും പ്രാർത്ഥനയും ആ രോഗമൊന്ന് സുഖപ്പെട്ട് ആരോഗ്യം, ശാരീരികമായ ഒരു ആഫിയത്ത് തിരികെ ലഭിക്കണം എന്ന നിലക്കായിരിക്കും. എല്ലാം തികഞ്ഞു എന്ന് കരുതുന്ന സമ്പന്നരായാലും അത്തരം ആളുകൾക്കൊക്കെ അതിനേക്കാൾ വലിയ ആഗ്രഹങ്ങളായിരിക്കും പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവുക. സമ്പന്നരായ മനുഷ്യൻ സമ്പന്നരുടെ കൂട്ടത്തിൽ ഒന്നാമതെത്താനുള്ള വഴികളെക്കുറിച്ച് ആലോചിക്കുകയും അതിനനുസരിച്ചുള്ള സ്വപ്നങ്ങൾ കാണുകയും ചെയ്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ദുനിയാവ് നമ്മളെ പലതരത്തിലുള്ള സ്വപ്നങ്ങളും കാണാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. പല ആഗ്രഹങ്ങൾക്ക് പുറകിലും നമ്മളെ ഓടിച്ചുകൊണ്ടിരിക്കും. ദുനിയാവിലെ ആഗ്രഹങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് എത്ര ലഭിച്ചാലും ചിലപ്പോൾ അവസാനിക്കാത്ത മോഹങ്ങളായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലൗ അന്ന ലിബ്നി ആദമ വാദിയൻ മിൻ ദഹബിൻ, ഒരു ആദമിന്റെ മനുഷ്യൻ അല്ലെങ്കിൽ ആദമിന്റെ മകൻ മനുഷ്യർക്ക്
ഒരു താഴ്വാരം നിറയെ സ്വർണം കിട്ടിയാൽ, അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഒരു താഴ്വാര തന്നെ കിട്ടിയാലും അഹബ്ബ അൻ യകൂന ലഹു വാദിയാനി എന്നാണ്, അവൻ വീണ്ടും ഒരു താഴ്വര കൂടി ആഗ്രഹിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ആ പറഞ്ഞതിന്റെ അവസാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടിച്ചേർത്ത് വെക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ്, വലയംല ഫാഹു ഇല്ല തുറാബ് എന്നാണ്. അതെപ്പോഴാണ് ഒരു മനുഷ്യൻ അവസാനിക്കുക? അവന്റെ വായിൽ മണ്ണ് പുരളുന്നത് വരെ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണോട് ചേരുന്നത് വരെ, മണ്ണടിയുന്നത് വരെ അവന്റെ ആഗ്രഹങ്ങൾ അവസാനിക്കുകയില്ല എന്ന് തിരു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള പോരാട്ടമാണെങ്കിലും അധികം ആളുകൾ നോക്കൂ, ആ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടാണോ ഇവിടെ നിന്ന് യാത്രയാകുന്നത്? അല്ലല്ലോ. അധികം ആളുകളും പല മോഹങ്ങളും പലതും ബാക്കി വെച്ചുകൊണ്ടാണ് മരണപ്പെടുന്നത് എന്നതിന് നമ്മളൊക്കെ തന്നെ നിത്യസാക്ഷികളാണ്. മരണത്തോടെ ഒരു മനുഷ്യൻ അവന്റെ പാരത്രിക ലോകത്തെ അവസ്ഥ എന്തായിരിക്കും എന്നത് പലപ്പോഴും ദുനിയാവിന്റെ തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നുപോവുകയാണ്. മരിച്ചു പോകുന്ന മനുഷ്യന്റെ അവസ്ഥ ബോധ്യപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഒരാളുടെ മരണത്തോടു കൂടി ആരംഭിക്കുകയാണ്. അവന്റെ മരണാനന്തര ലോകത്തേക്കുള്ള ബർസഖിയായ ഒരു ലോകത്തേക്കുള്ള അവസ്ഥകൾ അവന്റെ ദുനിയാവിലെ ശ്വാസോച്ഛ്വാസം നിലക്കുന്നത് മുതൽ, റൂഹ് നഷ്ടപ്പെടുന്നത് മുതൽ അവന്റെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ്. ആ സമയത്ത് അവരുടെ വിചാരങ്ങൾ എന്തായിരിക്കും? അവരുടെ റൂഹ് അവനെ എന്തായിരിക്കും അനുഭവിപ്പിക്കുന്നുണ്ടാവുക? ആ റൂഹ് അനുഭവിക്കുന്ന ഒരു ഫീലിങ്സ് എന്തായിരിക്കും എന്നതൊക്കെ പലപ്പോഴും ദുനിയാവിന്റെ തിരക്കിൽ നമ്മൾ മറന്നുപോകുന്നുണ്ട്. നമ്മുടെയൊക്കെ മരണം ഒരു ദിവസം സംഭവിക്കുമെന്നത് തീർച്ചയാണ്. മരണപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോയാൽ അവരുടെ ജീവിതത്തിൽ, പിന്നീടുള്ള ജീവിതത്തിൽ അവർക്ക് സന്തോഷിക്കാവുന്ന അനുഭവങ്ങളായിരിക്കുമോ, അതല്ല ദുഃഖകരമായ സാഹചര്യങ്ങളായിരിക്കുമോ എന്നത് നമ്മളൊക്കെ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ദുനിയാവിൽ നോക്കൂ, നല്ല ശമ്പളത്തെക്കുറിച്ച് നമ്മൾ ആഗ്രഹിക്കും, നല്ല കൂട്ടുകാരെ കുറിച്ച് നമ്മൾ ആലോചിക്കും, നല്ല കുടുംബം ഉണ്ടാകണേ, നല്ല ഇണയുണ്ടാകണേ, നല്ല മക്കളുണ്ടാകണേ, അല്ലെ നല്ല സൗകര്യങ്ങൾ ഉണ്ടാകണേ, നല്ല വീടുണ്ടാകണേ, നല്ല വാഹനമുണ്ടാകണേ എന്നതൊക്കെ നമ്മൾ ആഗ്രഹിക്കും. അതിനുവേണ്ടിയൊക്കെ പണിയെടുക്കും. ഇതൊക്കെയാണ് മനുഷ്യന്റെ ദുനിയാവിലെ ചെറിയ ചെറിയ അടിസ്ഥാനപരമായ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ മരിച്ചുപോയവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നമ്മൾ ഓർത്തു നോക്കും. പുണ്യം ചെയ്ത് മരിച്ചുപോയവർ അവരുടെ ജീവിതത്തിൽ എന്തായിരിക്കും ആഗ്രഹിക്കുക? ദുനിയാവിൽ നിരന്തരമായി കിട്ടിയ ആയുസ്സിൽ നന്മകൾ മാത്രം നിർവഹിച്ച് മരണപ്പെട്ടു പോയ മനുഷ്യരുണ്ടാകും. അവർ മരിക്കുമ്പോൾ അവരെന്തായിരിക്കും ആഗ്രഹിക്കുക? അതെല്ലാം ദുനിയാവിൽ കിട്ടുന്ന സമയമൊക്കെ പാപം ചെയ്ത്, തെറ്റുകുറ്റങ്ങൾ ചെയ്ത്, അള്ളാഹുവിന്റെ വിധിവിലക്കുകളൊക്കെ അനുസരിക്കാതെ അങ്ങനെ തോന്നിയ പോലെ ജീവിച്ചവർ മരണപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അവരുടെ റൂഹ് എന്തായിരിക്കും ആഗ്രഹിക്കുക എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല മനുഷ്യരെ കുറിച്ച് പറഞ്ഞു. ഒരു നല്ല മനുഷ്യൻ മരണപ്പെടുമ്പോ ഇദാ വുളിയത്തിൽ ജനാസ ഫഹ്തമലഹ റിജാലു അലാ അനാഖിഹിം, ഒരു മനുഷ്യന്റെ മയ്യത്ത് കട്ടിലേറ്റി ആളുകൾ ഇങ്ങനെ ചുമലിൽ കയറ്റി വെച്ചാൽ, മയ്യത്ത് കട്ടിൽ വഹിച്ച ആളുകൾ ഇങ്ങനെ ചുമലിലേക്കാണ്ട് കയറ്റി വെച്ചാൽ ഫൈൻ കാനത്ത് സാലിഹ ഖാലത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്നാണ്. അതൊരു സുകൃതം ചെയ്ത മനുഷ്യനാണ് എങ്കിൽ, നല്ലൊരു ജനാസ മയ്യത്താണ് എങ്കിൽ ആ മയ്യത്തിന്റെ റൂഹ് ആഗ്രഹിക്കുക, എന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവിൻ എന്ന് ആഗ്രഹിക്കുമെന്നാണ്. ഈ ദുനിയാവിന്റെ കെട്ടുപാടുകളിൽ നിന്ന് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് എന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകൂ എന്ന് അവർ ആഗ്രഹിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. വൈൻകാനത്ത് ഗൈറ സാലിഹ, അതല്ല ജീവിതത്തിൽ സുകൃതം ചെയ്യാൻ മറന്നുപോയി അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചു പോയ മനുഷ്യനാണെങ്കിലോ അയാൾ പറയുമെന്നാണ്, യാ വൈലഹ ഐന തദ്ഹബൂന ഐന തദ്ഹബൂൻ, എന്തിനാണ് നിങ്ങൾക്ക് നാശമുണ്ടാകട്ടെ, എങ്ങോട്ടാണ് നിങ്ങൾ എന്നെയും വഹിച്ചു പോകുന്നത് എന്ന് അവർ ചോദിക്കുമെന്നാണ്. ആ വിലാപം, അവരുടെ കരച്ചിലുകൾ, അവരുടെ അട്ടഹാസങ്ങൾ ആരൊക്കെ കേൾക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? യസ്മഉ സൗതഹാ കുല്ലു ഷൈഇൻ ഇല്ലൽ ഇൻസാൻ, മനുഷ്യരായ നമ്മൾ കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. അത് മറ്റുള്ള ജീവജാലങ്ങളൊക്കെ അയാളുടെ
അയാളുടെ കരച്ചിലുകളും നിങ്ങൾ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന വിലാപങ്ങളുമൊക്കെ കേൾക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വലൗ സമിഅഹൽ ഇൻസാനു ലസഇഖ, ആരെങ്കിലും മനുഷ്യർക്ക് അത് കേൾക്കാൻ കഴിയുമായിരുന്നെങ്കിൽ മനുഷ്യരാകെ സങ്കടപ്പെട്ട് ബോധം കെട്ടുപോകുമായിരുന്നു എന്നാണ് അതിന്റെ തീവ്രതയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യരല്ലാത്തവരൊക്കെ ആ വിലാപം കേൾക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണ് മരണപ്പെട്ടു പോയവർ ആഗ്രഹിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. ഖബറിൽ നോക്കൂ എന്തായിരിക്കും അയാളുടെ അവസ്ഥ. സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്തകൾ അറിയിക്കപ്പെട്ട് ഖബറിൽ സ്വർഗത്തിന്റെ സുഖങ്ങൾ അനുഭവിച്ച് അയാൾക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ അയാൾ ഭാഗ്യവാനാണ്. ദുനിയാവിലേക്ക് തിരിച്ചു വരാനല്ല നല്ല മനുഷ്യർ ആഗ്രഹിക്കുക എന്നാണ്. എളുപ്പത്തിൽ സ്വർഗങ്ങളുടെ സുഖം അനുഭവിക്കുന്ന ഒരു തരത്തിലേക്ക് പടച്ചോനെ ഞങ്ങളെ നീ എത്തിക്കണേ എന്ന് ആ റൂഹ് ആഗ്രഹിക്കുമെന്നാണ്. അങ്ങനെ മരിച്ചുപോയ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സുഹൃതങ്ങൾ അയാളുടെ കൂട്ടിനെത്തും. സ്വർഗത്തിലെ വിരിപ്പും സുഗന്ധങ്ങളുമൊക്കെ അയാൾ അനുഭവിക്കും, ആസ്വദിച്ച് ജീവിക്കുമെന്നാണ്. കണ്ടെത്താ ദൂരത്ത് അയാളുടെ ഇടുക്കമുള്ള ഖബർ പോലെ നമ്മൾ തയ്യാറാക്കിയ ഖബർ പോലും വിശാലതയുള്ളതായി അയാൾക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ്. സ്വർഗത്തിന്റെ മനോഹരമായ വാതിലുകൾ അയാളുടെ ഖബറുകളുടെ ജീവിതത്തിലേക്ക്, ബർസഖിയായ ജീവിതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു വെക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ. നോക്കൂ, ദുർജനങ്ങളെപ്പറ്റി അവരുടെ ജീവിതത്തിന്റെ സന്ദർഭങ്ങൾ എന്തായിരിക്കും. ഐഹിക ജീവിതത്തിൽ മതിമറന്ന് ജീവിക്കുന്നവർ പലപ്പോഴും പരലോകത്തെക്കുറിച്ച് മറന്നുപോകും. തിരക്കുകളാണ് ജീവിതത്തെക്കുറിച്ചുള്ള ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ. ഒന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് സുജൂദിൽ വീഴാൻ പോലും പലപ്പോഴും നമുക്ക് തിരക്കായി പോകും. നമ്മുടെ മരണം നോക്കൂ പ്രിയപ്പെട്ടവരെ, എപ്പോഴും അത് സംഭവിക്കുക. അതിന് പ്രായം തടസ്സമല്ല, തറവാട് തടസ്സമല്ല, നമ്മുടെ പദവികൾ തടസ്സമല്ല, ഒന്നും തടസ്സമല്ലല്ലോ. അത് അള്ളാഹുവിന്റെ അലംഘനീയമായ ഒരു വിധി വന്നാൽ നമുക്കൊക്കെ പോകേണ്ടി വരുമെന്നാണ്. ഖബർ ജീവിതത്തിൽ അത്തരത്തിൽ ദുനിയാവിന് വേണ്ടി ജീവിച്ച് പരലോകത്തെ മറന്നുപോയ മനുഷ്യർ ഖേദിച്ച് ജീവിക്കേണ്ടി വരുമെന്നാണ്. സങ്കടക്കടലായിരിക്കും അവനെ കാത്തിരിക്കുക എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. ഇബാദത്തുകളിൽ വീഴ്ച വരുത്തിയവർ ജീവിതം ഒന്ന് തിരിച്ചു കിട്ടിയാൽ 2 റക്അത്ത് നമസ്കരിക്കാമായിരുന്നു എന്ന് ആഗ്രഹിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിനടുത്തുകൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ പറഞ്ഞു, റക്അതാനി അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയത്തി ദുനിയാകും എന്നാണ്. അയാൾ ഈ ദുനിയാവിലെ സകല സമ്പാദ്യത്തെക്കാളും പ്രിയപ്പെട്ടത് 2 റക്അത്ത് നമസ്കരിച്ചാൽ മതിയായിരുന്നു എന്ന് ആ ഖബറിലുള്ള മനുഷ്യൻ ആഗ്രഹിക്കുന്ന സന്ദർഭമാണിത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമസ്കാരമൊക്കെ എത്ര ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ പലപ്പോഴും അലസത കാണിക്കും, പലപ്പോഴും അവഗണിക്കും. വീട്ടിലെത്തിയിട്ടാകാം, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയട്ടെ എന്നാകും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ആസ്വാദനം ഒന്ന് കഴിയട്ടെ എന്നാകും. ജമാഅത്തുകളിൽ എത്തിപ്പെടാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ആരോഗ്യവും വാഹനവും ഒക്കെ ഉണ്ടാകും പലപ്പോഴും. പക്ഷെ നമുക്ക് ചിലപ്പോ അലസത പിടിപെടുന്ന സാഹചര്യങ്ങളാണ്. അലസത പിടിപെടുക അവഗണനയാണ് പലപ്പോഴും. റസൂൽ പറഞ്ഞല്ലോ, അസ്സലാത്തു ഖൈറു മൗദൂഇൻ ഫമൻ ഇസ്തതാഅ യസ്തക്സിറ ഫല്യസ്തക്സിർ എന്നാണ്. ആ നമസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായ ഒരു വിഷയമാണ്. മുഅ്മിനീങ്ങളെ നമ്മളോട് റസൂൽ പഠിപ്പിക്കുകയാണ്, നമസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും അഫ്ളലായ ഒരു കർമ്മമാണ് എന്നാണ്. ആർക്കെങ്കിലും അത് സുന്നത്തുകളിലൂടെ ധാരാളം വർദ്ധിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ അവരത് ചെയ്യട്ടെ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നാളെ പരലോകത്ത് അവന്റെ ഇബാദത്തിന്റെ കണക്ക് പുസ്തകങ്ങൾ തുറന്നു വെക്കപ്പെടുമ്പോ അവന്റെ ഇബാദത്തുകളുടെ അമലുകളുടെ പ്രതിഫലം കാണുമ്പോ ചിലർക്ക് വലിയ സങ്കടാവുന്നതാണ്. കാരണം ദുനിയാവിൽ അലസതയായിരുന്നു, അവഗണനയായിരുന്നു, സമയം കഴിഞ്ഞുപോയതിലുള്ള ഖേദമായിരിക്കും ആ മനുഷ്യനെ എന്ന് പലപ്പോഴും അയാൾ ആലോചിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അനേകായിരം മണിക്കൂറുകൾ ഈ ജീവിതത്തിൽ ദുനിയാവിൽ കിട്ടി. ഹയ്യാൽ സ്വലയുടെ വിളിയുണ്ടായി, ഹയ്യാൽ ഫലാ എന്ന വിളിയുണ്ടായി. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ പലതരത്തിലുള്ള പള്ളികളിൽ നിന്ന് നമ്മുടെ കാതുകളിലേക്ക് അത് അലയടിച്ചു വരുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പലതരത്തിലുള്ള അവഗണനയിലോ അലസതയിലോ ഒക്കെ ആയിരിക്കും. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂൽ പറയാണ്, ഖബറിൽ കിടക്കുമ്പോ ഒരു മനുഷ്യനെ ദുനിയാവിലെ എല്ലാ സമ്പാദ്യത്തെക്കാളും രസങ്ങളെക്കാളും ഒക്കെ അപ്പുറത്ത് 2 റക്അത്ത് നമസ്കരിച്ചിരുന്നെങ്കിൽ അത് മതിയാകുമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലം വരുമെന്ന് റസൂൽ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ ഈ തിരക്കിൽ അള്ളാഹുവായിട്ടുള്ള ഒരു മുനാജാത്തിന്റെ സമയം എത്രമാത്രം നമ്മൾ കൃത്യത വരുത്തുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, മനുഷ്യർ മരണം ഇങ്ങനെ മുഖാമുഖം കാണുമ്പോ അയാൾ പറയുമെന്നാണ്. അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മരണം എപ്പോഴും വരും. അതിനു മുമ്പ് കിട്ടിയ ആയുസ് നിങ്ങൾ ഇബാദത്തുകളിൽ, ദിക്റുകളിൽ, ശുക്റുകളിൽ, നിങ്ങളുടെ സദഖകളിലൊക്കെയായി നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തണമെന്നാണ്.
ഖുർആൻ പറഞ്ഞല്ലോ ഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിങ്ങളുടെ മരണം നിങ്ങളുടെ തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ് അള്ള നിങ്ങൾക്ക് തന്ന വിഹിതങ്ങളില്ലേ, ദുനിയാവിലെ സൗകര്യങ്ങളും സുഖങ്ങളും റിസ്കുകളുമില്ലേ, അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ എന്ന് പറയുമെന്നാണ്. ആ പറഞ്ഞ കാര്യത്തെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് അള്ള ചോദിക്കൂലേ? നമ്മൾക്ക് ലഭിച്ചതിൽ നിന്ന് അള്ള ചെലവഴിക്കാൻ പറഞ്ഞു അല്ലേ? അവിടെ മരണം ഇങ്ങനെ മുമ്പിൽ എത്തുമ്പോ അയാൾ ആഗ്രഹിക്കുന്നതാണ്, എന്റെ അടുത്ത് കുറെ പൈസ ഉണ്ടായിനി, സമ്പത്തുണ്ടായിനി, ദാനധർമ്മം ചെയ്യണമെന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷേ ജീവിതത്തിന്റെ തിരക്കിൽ ദുനിയാവിനോടുള്ള മോഹത്താൽ എനിക്ക് പലപ്പോഴും അത് കഴിഞ്ഞില്ല. അതുകൊണ്ട് അയാൾ ആഗ്രഹിക്കും, അയാൾ പറയും റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. പടച്ചോനെ എനിക്ക് കുറച്ച് അവധി നീ നീട്ടിത്തരോ, കുറച്ച് സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, എന്റെ കയ്യിലെ പണം, എന്റെ ധനം ഞാൻ സ്വതക്ക ചെയ്യാം. വഅകും മിനസ് സ്വാലിഹീൻ, ഞാനിതാ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുന്നവനായിരിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ പറയുമെന്നാണ്. മരണത്തിന്റെ മാലാഖ വന്ന് റൂഹ് പിടിക്കുന്ന സന്ദർഭത്തിൽ പറയുമെന്നാണ്. പക്ഷേ അള്ള പറഞ്ഞു, ഒരാൾക്കും അയാളുടെ അജലെത്തിക്കഴിഞ്ഞാൽ, അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ്. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു തആല ഒരാൾക്കും പിന്നെ അജലെത്തിക്കഴിഞ്ഞാൽ ഒരടി മുന്നോട്ട് പോകാനുള്ള സമയം അനുവദിക്കൂല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജനനത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ അതിന്റെ മുമ്പ് ഗർഭാശയത്തിൽ വെച്ച് നമ്മുടെയൊക്കെ അജൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ പല സൂചനകളും ചിലർക്ക് ചിലപ്പോൾ കിട്ടും. പ്രായം കൊണ്ട് ചിലപ്പോൾ കിട്ടാം, അസുഖങ്ങൾ കൊണ്ട് കിട്ടാം, ശരീരത്തിലെ ചുളിവുകൾ കൊണ്ട് കിട്ടാം, പല്ലുകൾ കൊഴിഞ്ഞു പോകുമ്പോൾ കിട്ടാം, നമ്മുടെ മുടിയും ശരീരത്തിലെ രോമങ്ങളൊക്കെ നിരക്കുമ്പോൾ കിട്ടാം, പലപ്പോഴും നമ്മുടെ ആവതുകൾ നഷ്ടപ്പെടുമ്പോൾ കിട്ടാം, നമ്മുടെ എല്ലുകൾക്ക് ബലക്കുറവ് വരുമ്പോൾ കിട്ടാം. പലതരത്തിലുള്ള സൂചനകളും പലർക്കും കിട്ടും. എന്നാൽ ചിലർക്കൊക്കെ അപ്രതീക്ഷിതമായി അല്ലാഹു തആല ആ അവധി നിശ്ചയിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് അവധി നീട്ടിക്കിട്ടുമെന്ന് നിങ്ങൾ കരുതരുത് എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നശ്വരവും നൈമിഷികവുമായ ഈ ദുനിയാവിന്റെ ജീവിതം എന്ന് പറയുന്നത് അത് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമായി തെറ്റിദ്ധരിച്ചു പോകരുത്. പരലോകത്തെ ജീവിതത്തെക്കുറിച്ച് നമ്മൾക്ക് എപ്പോഴും ഓർമ്മ വേണം. അതിലേക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ എന്ന് നമ്മൾ പഠിക്കണം. ചെറുതും വലുതുമായ കാര്യങ്ങൾ ഉണ്ടാവും, ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ പരിഹരിക്കേണ്ടി വരും. അതൊക്കെ പരിഹരിച്ച് നമ്മൾ തയ്യാറായി നിൽക്കുക എന്നതാണ്. ആരോഗ്യമുള്ള ഏറ്റവും നല്ല സമയമുണ്ടല്ലോ, കൗമാരവും യൗവനവും ഒരു മധ്യവയസ്ക പ്രായം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. നമസ്കാരമാവട്ടെ, മറ്റുള്ള ഇബാദത്തുകളാവട്ടെ, സാമൂഹ്യ പ്രവർത്തനങ്ങളാവട്ടെ, കുടുംബപരമായ കാര്യങ്ങളാവട്ടെ, ഇതൊക്കെ നന്നായി ഊർജ്ജസ്വലതയോടുകൂടി ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ആ സമയം നമ്മൾ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒഴിവ് സമയങ്ങൾ എന്ന് പറയുന്നത്. ജോലിയുടെ തിരക്ക് അത് നമുക്കൊരു ടൈം ഉണ്ടാകും, അത് കഴിഞ്ഞാൽ പലപ്പോഴും ഒഴിവ് സമയങ്ങൾ ഉണ്ടാകും, പലതരത്തിലുള്ള വെക്കേഷനുകൾ ഉണ്ടാവും, വീക്കെൻഡിൽ നമുക്ക് ഒഴിവുണ്ടാകും, രാത്രിയിൽ പലപ്പോഴും ഒഴിവുണ്ടാകും. അല്പമൊക്കെ അള്ളാഹുവിലേക്ക് മുഖം തിരിക്കാൻ, സുജൂദിൽ വീഴാൻ, ദിക്റുകൾ ചൊല്ലാൻ, സ്വലാത്ത് ചൊല്ലാൻ, പ്രാർത്ഥിക്കാൻ, ആളുകളെ സഹായിക്കാനൊക്കെ നമ്മളെ സമയം പരമാവധി ഉപയോഗപ്പെടുത്തണം. പ്രാർത്ഥനകളിലും ദിക്റുകളിലുമൊക്കെ നമ്മൾ മുഴുവൻ സമയം കണ്ടെത്തണം. മരണാനന്തരമുള്ള പുണ്യം ലഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അത് മരണത്തിന് മുമ്പ് ചെയ്തു തീർക്കണം, അല്ലെങ്കിൽ അത് കിട്ടൂലല്ലോ. അമൽ സാലിഹാത്തുകളെ കുറിച്ച്, സ്വതക്ക ജാരിയകളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാണ്. മരണശേഷവും നമുക്ക് പ്രതിഫലം കിട്ടുന്ന അമലുകൾ ബാക്കിയാകുന്ന, പരലോകത്തേക്ക് മുതൽ കൂട്ടാകുന്ന സമ്പാദ്യങ്ങളെ കുറിച്ച്, അമലുകളെ കുറിച്ചൊക്കെ ഇപ്പം നമ്മൾ പഠിക്കണം. എന്നിട്ട് അതൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അത്തരത്തിൽ ഹൈറായ ജീവിതം നമുക്ക് പരലോകത്തും കിട്ടുക. നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് തുടങ്ങി വെക്കാൻ പറ്റും. വിചാരണ യഥാർത്ഥത്തിൽ നടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെപ്പറ്റി തന്നെ ഒരു ആത്മവിചിന്തനം നടത്താൻ കഴിയുമ്പോൾ നമുക്ക് ജീവിതം ധന്യമാക്കാൻ കഴിയും. പലപ്പോഴും മരണത്തിന് ഇനിയും സമയമുണ്ടെന്നുള്ളവർക്കൊക്കെ കുടുംബത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ഒക്കെയായി കഴിയുന്നവരുണ്ടാവും. എത്രയും പെട്ടെന്ന് അതൊക്കെ പറഞ്ഞ് പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹൈർ നമുക്ക് ഉണ്ടാകുക. കലർപ്പില്ലാത്ത മനസ്സ് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. കുഴപ്പങ്ങളില്ലാത്ത ഒരു ജീവിതമാണ് എന്റേത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. കണിശമായ വ്യക്തമായ അഖീദയും ലാ ഇലാഹ ഇല്ലല്ലാഹുമാണ് എന്റെ കയ്യിലുള്ളത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഹബീബായ റസൂലുള്ളാഹിനോടുള്ള വലിയ ഹുബ്ബ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. അങ്ങനെ പാപരഹിതമായി നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അവരെ കുറിച്ച് അല്ലാഹു എന്താ പറഞ്ഞത്? വമയ്യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഉലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുളമൂന നഖീറ. ആരെങ്കിലും ആണാവട്ടെ പെണ്ണാവട്ടെ
അവൻ മുഅ്മിനായി അമൽ സ്വാലിഹാത്തുകൾ ചെയ്ത് ജീവിക്കുന്നുണ്ട് എങ്കിൽ ഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർ ശാശ്വതമായ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. വലാ യുളമൂന നതീറ, അയാളോട് ഒരു അനീതിയും അല്ലാഹു തആല കാണിക്കുക തന്നെയില്ല. അവർക്ക് എന്താ കിട്ടുക? എന്താണ് അല്ലാഹു കാത്തുവെച്ചത്? ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവർ ഈ ദുനിയാവിൽ എത്രയാണ് ആസ്വാദനത്തിന്റെ സമയമൊക്കെ മാറ്റിവെച്ചത്. പലരും അടിച്ചു പൊളിച്ച് ജീവിതത്തിൽ അങ്ങനെ കുത്തി മറിഞ്ഞ് അങ്ങനെ ജീവിക്കുമ്പോ പലപ്പോഴും അതൊക്കെ ആഗ്രഹിച്ചിട്ടും അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ച് പരലോകത്തെ ജീവിതം ആഗ്രഹിച്ച് മാറ്റിവെച്ച മനുഷ്യരുണ്ടല്ലോ, അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായി കണ്ണുകൾക്ക് കുളിർമ ലഭിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അള്ളാഹു അവർക്ക് വേണ്ടി രഹസ്യമാക്കി വെച്ചിട്ടുള്ളത് എന്ന് അള്ളാഹ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദുനിയാവിൽ ഒരാൾക്കും അത് വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. അത്രമാത്രം മനോഹരമായ ഒരു ജീവിതം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വലാഖിബതു ലിൽ മുത്തഖീൻ. അത് ആർക്കാണ് ആഖിറം അല്ലാഹു തആല ഒരുക്കി വെച്ചത്? ദുനിയാവിൽ അങ്ങനെ പൊങ്ങച്ചൊന്നുമില്ലാതെ, ഗർവ് നടിക്കാതെ, ഫിത്നകൾ ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ ഇവിടെ ജീവിച്ചു പോയ മനുഷ്യരില്ലേ, വലാഖിബതു ലിൽ മുത്തഖീൻ, നല്ല പര്യവസാനം എന്ന് പറയുന്നത് തഖ്വയുള്ള മനുഷ്യർക്കാണ് എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തണം. ഈ ആയുസ്സിൽ അതാണ് നമുക്ക് നാളേക്കുള്ള ലോകത്തേക്ക് സമ്പാദ്യമാവുക എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദുനിയാവിലെ ജീവിതം അവസാനിച്ച് മരണപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ ആഗ്രഹങ്ങൾ അതെങ്ങനെയാണ് നടക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നതാണ് നമ്മുടെ ഈ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത്. അതിരുവിട്ട് ജീവിച്ച മനുഷ്യർ വിലപിക്കുന്ന സന്ദർഭങ്ങളെ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഫഅമ്മാമൻ തഗാ, അവൻ അക്രമം ചെയ്തു, ജീവിതത്തിൽ ക്രമം തെറ്റി ജീവിച്ചു. ഫഅതറൽ ഹയാത്ത ദുനിയ, അവന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് ദുനിയാവായിരുന്നു. ഇഹലോകത്തിനു വേണ്ടി പരലോകത്തെ മറന്നു കളഞ്ഞവന് ഫൈനൽ ജഹീമ ഹിയൽ മഅ്വ, അവർക്ക് നരകമാണ് സങ്കേതമായി ഉണ്ടാവുക എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് ഖുർആൻ ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറം വ മുഖാമ. പടച്ചോനെ, നരകത്തിന്റെ ഭീകരമായ ശിക്ഷയിൽ നിന്ന്, കഠിനമായ ശിക്ഷയിൽ നിന്ന്, നിന്ദ്യകരമായ ആ ശിക്ഷകളിൽ നിന്ന് പടച്ചോനെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ? എത്ര മോശകരമായ ഒരു സങ്കേതമാണ് നരകം എന്ന് പറയുന്നത്. അതുകൊണ്ട് പടച്ചോനെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് ദുആ ചെയ്യാൻ വേണ്ടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകളും നമ്മളെപ്പോഴും പതിവാക്കുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജ്യേഷ്ഠൻ ഹബീബ് റഹ്മാന്റെ മകൻ ഹനീൻ അബ്ദുസ്സമദ് എന്നിവർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. എല്ലാവരും അവരുടെ മഗ്ഫിറത്തിനു വേണ്ടി ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമോന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ഖബർ ജീവിതം അള്ളാഹു വെളിച്ചവും വിശാലവുമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഉന്നതമായ സ്വർഗങ്ങളിൽ അള്ളാഹു അവനെ താമസിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും വഴി കാണിക്കാൻ ആവശ്യമായ നിലക്ക് നാളെ നമ്മെയും കാത്ത് അവൻ ആ സ്വർഗ പൂങ്കാവനത്തിൽ നമുക്ക് കാത്തു നിൽക്കുന്ന സന്ദർഭം, അതിന് സാക്ഷ്യം വഹിക്കാനുള്ള അവസരം നമ്മൾക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, അവന്റെ ഭാഗത്ത് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ
ദോഷങ്ങളെ നീ നിന്റെ മഹത്തായ ഫളിൽ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണ റഹ്മാനെ. അള്ളാഹുവെ നിന്റെ വിചാരണ നീ എളുപ്പമാക്കി കൊടുക്കണ റഹ്മാനെ. അള്ളാഹുവെ അവരുടെ കുടുംബത്തിന് ക്ഷമയും പ്രതിഫലവും നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. 2-3 ആഴ്ചകളായി ഒരുപാട് ആളുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്, അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തവരുണ്ട്. സൗദി അറേബ്യയിലെ റിയാദിൽ അവർക്ക് വേണ്ടി 2-3 ആഴ്ച തന്നെ ജീവിതം ഒഴിഞ്ഞു വെച്ചവരുണ്ട്. പല തിരക്കുകളും ഒക്കെ മാറ്റിവെച്ച് രാവും പകലും അവരോടൊപ്പം അവരുടെ വേദനകൾക്കൊപ്പം സങ്കടങ്ങൾക്കൊപ്പം ഒരുമിച്ച് നിന്നവരുണ്ട്. ദുനിയാവിൽ ഒരുപാട് മനുഷ്യർ പ്രാർത്ഥനകളിലൂടെ കഴിഞ്ഞുപോയവരുണ്ട്. അള്ളാഹുവെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നീ സ്വീകാര്യത നൽകുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണ റഹ്മാനെ. അള്ളാഹു എല്ലാവരുടെയും ഖിദ്മത്തുകളെ നീ സ്വീകരിക്കണ റഹ്മാനെ. ഞങ്ങളുടെ ഇസ്തിഗ്ഫാറുകളും നമ്മുടെ ജനാസ നമസ്കാരവും ഒക്കെ നീ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അതിലൊക്കെ പങ്കാളികളായവർക്ക് വമ്പിച്ച പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുമൊക്കെ ഏറ്റവും നല്ല മരണം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ദീർഘമായ ആയുസ്സും ആഫിയത്തും തൗഫീഖും നൽകി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുജനങ്ങൾ, ഞങ്ങളുടെ മഹല്ലിലെ പ്രിയപ്പെട്ടവർ, ഞങ്ങൾക്ക് ഒരുപാട് സഹായവും സേവനവും നൽകി മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവെ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു അവരുടെയൊക്കെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണ റഹ്മാനെ. പരലോകത്ത് സ്വർഗീയമായ ആരാമങ്ങളിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ചെറുതും വലുതുമായ ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാരാരോഗങ്ങളിൽ നിന്ന്, കഠിനമായ വിചാരണകളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണ റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവർ, ശാരീരികമായി പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി സങ്കടപ്പെടുന്നവർ, അള്ളാഹുവെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. നിങ്ങളുടെ പഠനത്തിലും നിങ്ങളുടെ പരീക്ഷകളിലും നിങ്ങളുടെ ജോലികളിലും നിങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ധാരാളം ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ധാരാളം സദുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് ദുആ ചെയ്യുന്നു നാഥാ. അള്ളാഹുവെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഉത്തരം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹരംഗത്ത് സങ്കടപ്പെടുന്നവർ, വീടില്ലാതെ വിഷമിക്കുന്നവർ, മക്കളില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, അള്ളാഹുവെ എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളെ നീ സഫലമാക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഞങ്ങളുടെ ദീനിനെയും ഈ നാടിനെയും രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അസമാധാനത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് നീ സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. പരിശുദ്ധമായ ഉംറയും ഹജ്ജും ഒക്കെ നിർവഹിക്കാൻ യാത്ര പുറപ്പെടുന്ന ആളുകളുണ്ട്, പുറപ്പെട്ടവരുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ച് സന്തോഷത്തോടെ നാട്ടിലേക്ക് തിരിച്ചെത്താനുള്ള മഹാ തൗഫീഖ് അവർക്കൊക്കെ നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദൈനാ മിനൻ നാർ, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ, അല്ലാഹുമ്മ അർഹം ലനാ യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ അർസുഖ് ലനാ യാ ഖൈറർ റാസിഖീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.